വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമുക്ക് ഇനി വരാൻ പോകുന്ന, അതായത് ഫെബ്രുവരി 27 നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന LSSലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഓരോ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ ആ ഒരു കോൺസെപ്റ്റുകൾ അതൊക്കെ നിങ്ങൾ സെറ്റ് ആക്കി വെക്കണം. അപ്പൊ ഒട്ടും താമസമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് അല്ലെ. മത്സ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏതാണ്? വിച്ച് ഓർഗൺ ഹെൽപ്പ് ഫിഷ് ടു ബ്രീത്ത്? ഏതാണ്? മത്സ്യത്തിന് കുറെ അഡാപ്റ്റേഷൻസ് ഉണ്ട്, അതല്ലെങ്കിൽ അതിന് സവിശേഷതകളുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എങ്കിൽ നിങ്ങളൊന്ന് വേഗം പറഞ്ഞേ, മത്സ്യം ശ്വസിക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ്? ഏത് ഭാഗമാണ്? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് നമ്മൾ പറയും. ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതാണ് എന്റെ മക്കൾക്ക് ഇതാ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഓരോന്നും നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. ഫസ്റ്റ്, തോണിയുടെ പോലുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി അല്ലെങ്കിൽ ബോർഡ് ഷേപ്ഡ് ബോഡി. എന്തിനാണ് ഈ ബോർഡ് ഷേപ്ഡ് ബോഡി അതിനെ സഹായിക്കുന്നത്? ജലത്തിലൂടെ എളുപ്പത്തിൽ തെന്നി നീങ്ങുന്നതിനാണ് അത് സഹായിക്കുന്നത്. ഇനി അടുത്തത്, അതിന്റെ വഴുവഴുത്ത ശരീരം, അതായത് അതിന്റെ ആ ഒരു ബോഡി എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര പെട്ടെന്ന് തന്നെ സ്ലിപ്പായി പോകുന്നുണ്ട്. അതെന്തിനാണ് ഇത് സഹായിക്കുന്നത്? ഹെൽപ്പ് ടു ഗ്ലൈഡ് ഇൻ വാട്ടർ, ജലത്തില് തെന്നി നീങ്ങുന്നതിന് സഹായിക്കുന്നു. പിന്നെ അതിന് ചിറകുകളുണ്ട്, ഫിൻസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് അവ എന്ത് ചെയ്യുന്നത്? സ്വിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ജലത്തിലൂടെ തുഴഞ്ഞു മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. പിന്നെ വാൽച്ചിറകുണ്ട്. ഈ വാൽച്ചിറകാണ് അതിന് ചേഞ്ച് ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ മാറ്റാനായിട്ട് സഹായിക്കുന്നത്. ഇനി ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്വസിക്കുന്നതിന് അതിനെ സഹായിക്കുന്നു. പിന്നെ അതിന്റെ ശൽക്കങ്ങൾ അല്ലെങ്കിൽ ഓർഡർലി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്കെയിൽസ്, അതെന്തിനാണ് സഹായിക്കുന്നത്? ഈ പറയുന്ന ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്ന്, ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് അത് ഈ ഒരു സവിശേഷത യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവയുടെ കണ്ണുകളുടെ പ്രത്യേകത എന്താണ്? തലയ്ക്ക് ഇരുവശത്തായിട്ടാണ് കണ്ണുകൾ കാണപ്പെടുന്നത്. നമുക്കാണെങ്കിൽ നമ്മുടെ മുൻഭാഗത്താണ് കാണപ്പെടുന്നത്. നമ്മുടെ മത്സ്യത്തിനാണെങ്കിൽ രണ്ട് സൈഡിലായിട്ടാണ് കാണുന്നത്. എന്തിനാണ്? ആ ജലത്തിന്റെ അടിയിലുള്ള വിശാലമായ കാഴ്ചയ്ക്ക് അത് സാധ്യമാക്കുന്നു അല്ലെ. ഇനി വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മത്സ്യങ്ങൾക്ക് ബാഹ്യകർണങ്ങൾ, അതുപോലെ കഴുത്ത് എന്നിവയില്ല. ഓക്കെ, ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇയേഴ്സ് ആൻഡ് നെക്ക്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ആപ്റ്റ് ഫോർ ദി യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ ഈ ഗ്രഹങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആകാശഗോളങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നതിന് വേണ്ടി റോക്കറ്റിന്റെ സഹായത്തോടു കൂടി നമ്മളെ തന്നെ, അതായത് മനുഷ്യർ തന്നെ നിർമ്മിച്ച് മുകളിലേക്ക് അല്ലെങ്കിൽ സ്പേസിലേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഉപയോഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ റെയിൻ, കമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ. ഇതിൽ ഏതാണ് ഈ പറയുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ആ ഒരു യൂസേജിന് യൂസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്തത് ഏതാണ്? യെസ്, നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റെയിൻ അല്ലെങ്കിൽ കൃത്രിമ മഴ. ഇനി അടുത്ത ചോദ്യം, വിച്ച് എക്കോസിസ്റ്റംസ് ആർ നോൺ ആസ് ഓക്സിജൻ പാർലർ? ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ്? എന്റെ മക്കളെ നോട്ട് ചെയ്യുക. കാവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിജൻ പാർലറുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഓരോ ചോദ്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും, അതുപോലെ തന്നെ കോൺടന്റ് വീഡിയോസ് നിങ്ങൾ കാണാൻ മറന്നു പോകരുത്. LSS നിങ്ങൾക്ക് ഇത്തവണ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഈ പറയുന്ന ലൈവ് ക്ലാസ്സുകളും കോൺടന്റ് വീഡിയോസ് ഒക്കെ കാണണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ആനുവൽ എക്സാമും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് എളുപ്പത്തിൽ LSS എക്സാം ഈസി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാമും നിങ്ങൾക്ക് സെറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.